28% ഉള്ളൊരു കമ്മ്യൂണിറ്റിക്ക് ചുരുങ്ങിയ ദോഷം 25%എങ്കിലും പ്രാതിനിധ്യം വേണമല്ലോ ഉദ്യോഗങ്ങളിൽ. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നുണകളുടെ ഒരു മഹാപ്രളയമാണ്. കേരളത്തിൽ മലയാളി മുസ്ലിങ്ങൾ ആരും ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. സംവരണം മതപരമല്ല. ഇന്ത്യയിൽ സംവരണം മതപരമായി കൊടുക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനും ഭരണ ഉദ്യോഗ പ്രാതിനിധ്യത്തിനും ജനസംഖ്യാനുപാതികമായി വളരെ പിറകിലാണ് എന്നിരിക്കെ ഇതുകൊണ്ട് ആ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നഷ്ടം വന്നു. അതിനേക്കാൾ നഷ്ടം ലത്തീൻ ക്രൈസ്തവർക്കും ദളിത് ക്രൈസ്തവർക്കും വന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. ഈ ക്ഷേമനിധികളിൽ ട്രഷറി നിക്ഷേപിച്ചിരിക്കുന്ന ഏക ക്ഷേമനിധി മദ്രസാധ്യാപക ക്ഷേമനിധിയാണ്. എന്താണ് ഈ നുണകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം? എന്താണ് ഈ നുണകളുടെ രാഷ്ട്രീയം? ഈ നുണകൾ നിർമ്മിച്ചെടുക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? റെപ്രസെൻറ്റേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം ഉദ്യോഗ തലങ്ങളിലെ പ്രാതിനിധ്യമാണ്. ഉദ്യോഗ തലങ്ങളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും അല്ലാത്ത ചർച്ചകളിലും പൊതുവെ മുസ്ലിം പ്രാതിനിധ്യം അനർഹമായി നേടുന്നുണ്ട് എന്ന് ഇതിൻ്റെ തുടർച്ചയായിട്ട് വന്ന ഒരുപാട് സംഘപരിവാർ പ്രൊഫൈലുകൾ ഇത് പറയുന്നു, അല്ലാത്തവരും ഇത് പറയുന്നു. എന്താണ് കേരളത്തിലെ ഉദ്യോഗ തലത്തിലെ ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രാതിനിധ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട്? അതിൽ 2-3 തലങ്ങൾ അതിനകത്തുണ്ട്. അതിലൊന്ന് ഈ പ്രാതിനിധ്യ ആരോപണം വരുന്നത് റിസർവേഷൻ്റെ ഒരു അതിൻ്റെ ഒരു കൺസെപ്റ്റിൽ കൂടി വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഏതൊരു സമൂഹത്തിനും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉദ്യോഗങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവുക. അങ്ങനെ ഒരു ആരോഗ്യമുള്ളൊരു സൊസൈറ്റിയിൽ അങ്ങനെയാണ് വേണ്ടത്. എല്ലാ കമ്മ്യൂണിറ്റികൾക്കും, അത് ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അവർക്ക് ജനസംഖ്യാനുപാതികമായ ഒരു പ്രാതിനിധ്യം ഉദ്യോഗ തലങ്ങളിലാണ്. ഉദ്യോഗമാണ്, ബ്യൂറോക്രസിയാണ് രാജ്യത്തിൻ്റെ ഒരു അധികാരം നിർണ്ണയിക്കുന്ന ഒരു ഘടകം. അപ്പോൾ മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത് സെൻസസിൽ കൃത്യമാണ്, മതാടിസ്ഥാനത്തിലുള്ള സെൻസസ് നടക്കുന്നതുകൊണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എത്ര എന്നത് യഥാർത്ഥത്തിൽ സർക്കാർ ഔദ്യോഗികമായിട്ടാണ് ഇത് പറയേണ്ടത്. ഔദ്യോഗികമായി അങ്ങനെ ഒരു എണ്ണമില്ല. അതേസമയം പഠനങ്ങൾ കാണിക്കുന്നത് മുസ്ലിങ്ങൾക്ക് 12% പ്രാതിനിധ്യമുള്ളത് എന്നാണ്. 12-നും 13-നും ഇടയ്ക്കാണ് പ്രാതിനിധ്യമെന്നാണ് വ്യത്യസ്ത പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം മുസ്ലിങ്ങൾ 25%-ന് മുകളിലുണ്ട്, അല്ലെങ്കിൽ 28% ഉണ്ട് മുസ്ലിങ്ങൾ എന്നാണ് ഏറ്റവും ഒടുവിലെ സെൻസസ്. ഇനി സെൻസസ് അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. സെൻസസ് കഴിഞ്ഞിട്ട് 2021 എടുക്കേണ്ട സെൻസസാണ്. 15 വർഷത്തോളമായി കഴിഞ്ഞ സെൻസസ് കഴിഞ്ഞിട്ട്. അപ്പോൾ 28% ഉള്ളൊരു കമ്മ്യൂണിറ്റിക്ക് ചുരുങ്ങിയ ദോഷം 25%എങ്കിലും പ്രാതിനിധ്യം വേണമല്ലോ ഉദ്യോഗങ്ങളിൽ. അതിൻ്റെ പകുതിയെ പ്രാതിനിധ്യമുള്ളൂ. അത് തന്നെ 12% റിസർവേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആ റിസർവേഷനിൽ തന്നെ അട്ടിമറി നടക്കുന്നത് കൊണ്ടാണ് ഈ 12% എന്ന് പറഞ്ഞാൽ ജനറൽ മെറിറ്റിൽ വരുന്ന ആളുകൾ കൂടാതെയാണല്ലോ ഈ 12% വരേണ്ടത്. അപ്പം ഒന്നുകിൽ ജനറൽ മെറിറ്റിൽ മുസ്ലിങ്ങൾ വരുന്നില്ല, അത്രയ്ക്ക് പിന്നാക്കാവസ്ഥ മുസ്ലിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ റിസർവേഷനും അട്ടിമറിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ വേറെയും പ്രാതിനിധ്യ പ്രശ്നം വേറെയുണ്ട്. പ്രാതിനിധ്യ പ്രശ്നത്തിൻ്റെ ഒരു ഘടകം പരിശോധിച്ചാൽ, ഉന്നത ഉദ്യോഗങ്ങൾ പരിശോധിച്ചാൽ ഈ 12% ഇല്ല. ഇത് മൊത്തം ഈ താഴെത്തട്ടിലുള്ള ഏറ്റവും ക്ലാസ് 4 ജീവനക്കാർ മുതൽ IAS വരെയുള്ള ടോട്ടൽ പ്രാതിനിധ്യമാണ് ഈ 12% എന്ന് പറഞ്ഞാൽ. അതിൽ ക്ലാസ് തിരിച്ചിട്ട് പ്രാതിനിധ്യം നോക്കിക്കഴിഞ്ഞാൽ ടയർ മുകളിലേക്ക് ചെല്ലുന്നതോറും പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് വകുപ്പ് സെക്രട്ടറിമാർ പരിശോധിച്ചാൽ മുസ്ലിം കുറവായിരിക്കും. ഇപ്പോൾ ഇടയ്ക്ക് എങ്ങനെയോ കേരളത്തിൽ ഒരു തവണ യാദൃശ്ചികമായി ഈ രാജ്യസഭാ സീറ്റ് പറഞ്ഞ കണക്ക് 7 കളക്ടർമാർ കേരളത്തിൽ മുസ്ലിങ്ങളുണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതേ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അന്നൊരു പ്രസ്താവന ഇറക്കിയിരുന്നു, 7 മുസ്ലിങ്ങൾ. അദ്ദേഹം എപ്പോഴും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കളക്ടർ മാത്രമല്ല, അന്ന് മൊത്തം IASകാരുടെ ആണ് അദ്ദേഹം നോക്കേണ്ടത്. ഈ രാജ്യസഭ മൊത്തം നോക്കണമെന്ന് പറഞ്ഞ കണക്ക് കളക്ടർമാരെ മാത്രമല്ല അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഉന്നത ഉദ്യോഗങ്ങളിൽ ചീഫ് സെക്രട്ടറിമാർ, കേരളത്തിൽ എത്ര മുസ്ലിം ചീഫ് സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട്? കേരളത്തിൽ മലയാളി മുസ്ലിങ്ങൾ ആരും ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. ഇടയ്ക്കൊരു ചീഫ് സെക്രട്ടറി ഏതാനും ദിവസങ്ങൾ വന്നിട്ട്, അത് ഉത്തർപ്രദേശുകാരനാണ്, റിയാസുദ്ദീൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു, 2006 ചീഫ് സെക്രട്ടറി ആയത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ മാറ്റി. ആദ്യമായിട്ടാണ് ഒരു ചീഫ് സെക്രട്ടറിയെ വിരമിക്കുകയോ അല്ലെങ്കിൽ ഹയർ പോസ്റ്റിലേക്ക് പോവുകയോ ചെയ്യാതെ മാറ്റിയത്. അദ്ദേഹത്തിന് കഴിവ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയത് റിയാസുദ്ദീനെയാണ്. അതുപോലെ ഈഴവ ചീഫ് സെക്രട്ടറിമാർ കേരളത്തിൽ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മുസ്ലിങ്ങൾ ഈഴവരും ഇക്കാര്യത്തിൽ തുല്യതൊക്കിതരാണ്. അതായത് ആകെ ഒരു മുസ്ലിം ചീഫ് സെക്രട്ടറിയാണ് ഉണ്ടായത്, അത് തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാറ്റിയിട്ടുണ്ട്. അതെ, അതൊരു പ്രശ്നമാണല്ലോ. പിന്നെ ഈ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട്, സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് കേരളത്തിൽ നിന്ന് ഒരു ഈഴവം പോലും ആയിട്ടില്ല.
മുസ്ലിങ്ങൾ രണ്ടുപേരായിട്ടുണ്ട്. പക്ഷേ ആ സമയം അതെ ഈഴവർ അതെ അതെ ആയിട്ടില്ല. അതൊക്കെ പ്രശ്നമാണ്. അത്തരം പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഉയർത്തേണ്ടത്. ഉന്നയിക്കപ്പെടേണ്ടത്. മുസ്ലിം പ്രീണനമല്ല, മൊത്തം സാമൂഹ്യമായ ഒരു സന്തുലിതാവസ്ഥയാണ് ഇവിടെ അതെ. വേണ്ടത്. ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്ന ഒന്നാണ് ഒ ബി സി സംവരണത്തിൽ മുസ്ലിങ്ങൾക്ക് അവിടെയും അനർഹമായി ഒ ബി സി കാറ്റഗറിയിൽ മുസ്ലിങ്ങൾക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളൊരു പ്രചാരണമുണ്ട്. ഇപ്പോൾ 12% ഒക്കെ അതിലും അധികം മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തലം എന്താണ്? കേരളത്തിലെ ഒരു ഒരു സംവരണത്തിന് ടേൺ നിശ്ചയിച്ചതിൽ, സംവരണത്തിൻ്റെ അനുപാതം നിശ്ചയിച്ചതിൽ ഒരു പോസിറ്റീവായ ഒരു കാര്യമുണ്ട്. അത് ഒ ബി സി എന്ന ഒരൊറ്റ കാറ്റഗറി സൃഷ്ടിക്കാതെ ഒ ബി സി കാറ്റഗറിയിൽ ഉപ കാറ്റഗറി സൃഷ്ടിച്ചിട്ട് ഓരോ കാറ്റഗറിക്കും സംവരണം. അതിൽ ഇപ്പോൾ മുസ്ലിം എന്നൊരു കമ്മ്യൂണിറ്റി എന്നല്ല, മുസ്ലിം എന്നൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, മാപ്പിള, ഈ രണ്ട് കമ്മ്യൂണിറ്റികളാണ് ആ കാറ്റഗറിയിലുള്ളത്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ഈ രണ്ട് കമ്മ്യൂണിറ്റികൾ റിലീജിയൻസ്, ഒന്ന് സംവരണം മതപരമല്ല, ഇന്ത്യയിൽ സംവരണം മതപരമായി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വാദം മുസ്ലിങ്ങൾക്ക് മതപരമായ സംവരണം കൊടുക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഒരുപാട് കോടതി വ്യവഹാരങ്ങൾ നടന്നൊരു കാര്യമാണ്. മതത്തിന് സംവരണമല്ല. ആന്ധ്രാപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് റിലീജിയൻ സംവരണം കൊടുത്തപ്പോൾ സുപ്രീം കോടതി അത് തടഞ്ഞത് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്നു എന്നതിന് പറയാൻ തെളിവായിട്ട് ആളുകൾ പറയാറുള്ളത്, ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിൽ മുന്നാക്ക പിന്നാക്ക സമുദായങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ അങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷെ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രചാരണം. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ സംവരണമില്ല. ഈ രണ്ട് കമ്മ്യൂണിറ്റികൾക്ക് മാത്രമാണ് സംവരണം ഉള്ളത്. അതേസമയം ഈ പാലൊളി കമ്മിറ്റി ശുപാർശ പ്രകാരം മുസ്ലിങ്ങളിലുള്ള സംവരണമില്ലാത്ത ദക്കിനി, കച്ചിമേമൻ എന്നിവർക്ക് കൂടി സംവരണം കൊടുക്കണം. മുസ്ലിങ്ങളിൽ വേറെ കമ്മ്യൂണിറ്റി ഉണ്ട്, രാവുത്തർ കമ്മ്യൂണിറ്റി ഉണ്ട്, വേറൊരുപാട് കമ്മ്യൂണിറ്റികൾ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ അത് വളരെ കുറഞ്ഞ എണ്ണമാണുള്ളത്. ഇപ്പോൾ ദക്കിനി, കച്ചിമേമൻ എന്നിവരെ കൂടി മുസ്ലിമായി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് പാലൊളി കമ്മിറ്റി ശുപാർശയും സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് പ്രായോഗികമായി വന്നിട്ടുണ്ടോ എന്നറിയില്ല, PSC ലിസ്റ്റിൽ അത് കാണുന്നില്ല. പക്ഷേ അതേസമയം ഈ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികൾക്കാണ് സംവരണം. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ഈ രണ്ട് കമ്മ്യൂണിറ്റിയാണുള്ളത്, മാപ്പിളയും മുസ്ലിമും. ഈ രണ്ട് കമ്മ്യൂണിറ്റി റിലീജിയനിലല്ല സംവരണം. ഇസ്ലാം എന്ന റിലീജിയനിൽപ്പെട്ടവർക്ക് സംവരണമില്ല. സമയം മുസ്ലിം കമ്മ്യൂണിറ്റി, മാപ്പിള കമ്മ്യൂണിറ്റി, ഈ രണ്ട് കമ്മ്യൂണിറ്റികൾക്കാണ് റിസർവേഷൻ ഉള്ളത്. രണ്ടാമത് ഒ ബി സികളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഒ ബി സി കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ റിസർവേഷൻ ഉള്ളത് ഈഴവർക്കാണ്. അത് ഈഴവർക്ക് മാത്രമല്ല, ഈഴവ, ബില്ലവ, തീയ, ഈ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യത്യസ്ത ഉപവിഭാഗങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മൂന്ന് കമ്മ്യൂണിറ്റികൾക്കാണ് സംവരണം ഉള്ളത്. 14% അവർക്ക് ഉള്ളത്, മുസ്ലിങ്ങൾക്ക് 12% ഉള്ളത്. ക്രൈസ്തവരിൽ തന്നെ ലത്തീൻ കത്തോലിക്കർ, അവർക്ക് പ്രത്യേക കോട്ടയുണ്ട്, 4% കോട്ട അവർക്കുണ്ട്. നാടാർ കമ്മ്യൂണിറ്റി ഉണ്ട്. നാടാർ കമ്മ്യൂണിറ്റി കേരളത്തിലെ ഒരു 2 മതവിഭാഗങ്ങൾ ഉള്ള കമ്മ്യൂണിറ്റിയാണ്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുമായ നാടാന്മാരുണ്ട്. അതൊരു നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നാടാർ കമ്മ്യൂണിറ്റി ആ നിലയ്ക്ക് ഉയർന്നതാണ്. ആ കമ്മ്യൂണിറ്റിക്കും സംവരണമുണ്ട്. അങ്ങനെ വ്യത്യസ്ത. അവസാനം ഈ ഏറ്റവും ജനസംഖ്യയിൽ എണ്ണം കുറഞ്ഞ കുറേ കമ്മ്യൂണിറ്റികൾ ചേർത്ത് ഒരൊറ്റ കോട്ടയുണ്ട്, എലിജിബിൾ കോട്ട എന്ന് പറഞ്ഞിട്ട്, എലിജിബിൾ ക്ലാസസ്. കമ്മ്യൂണിറ്റിക്കല്ല സംവരണം, ക്ലാസസിന് കൂടിയാണ്. അതിനൊരു അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നാണ്. സമുദായത്തിന് പോലും അല്ല സംവരണം ഉള്ളത്, ക്ലാസ്സിനാണ് സംവരണം ഉള്ളത്. അത് നമ്മൾ പരിശോധിച്ചപ്പോൾ മുസ്ലിങ്ങളിൽ പലപ്പോഴും പറയുന്നുണ്ട് അറക്കൽ രാജവംശത്തിന് സംവരണമുണ്ട്, യൂസുഫ് അലിക്ക് സംവരണം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പ്രചരണം നടത്താറുണ്ട്. നമ്മൾ ഒന്നാമത് ക്രീമി ലെയറിന് സംവരണമില്ല, നോൺ ക്രീമി ലെയറിനേ ഉള്ളൂ. ഏത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളായാലും അതിൽ നോൺ ക്രീമി ലെയർ ആയിരിക്കണം. അപ്പോഴാണ് ബാക്ക്വേർഡ് ക്ലാസ് എന്ന ഇതിലേക്ക് വരുന്നത്. ആ ക്രീമി ലെയർ വാദത്തിന് ഒരു പ്രശ്നമുണ്ട്. അത് വേറൊന്നാണ്. അത് യഥാർത്ഥത്തിൽ കഴിവുള്ള ആളുകൾക്ക്, ആ ഓരോ കമ്മ്യൂണിറ്റിയിലെയും കഴിവുള്ള ആളുകൾ പുറത്തു പോകുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പം നിലവിലുള്ളത് ക്രീമി ലെയറിനെ സംവരണമുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും സംവരണം നോൺ ക്രീമി ലെയർ സംവരണമുള്ളൂ. ക്രീമി ലെയർ സംവരണത്തിന് പുറത്താണ്. അത് ഏത് കമ്മ്യൂണിറ്റി ആയാലും SC ST സംവരണം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ റിസർവേഷനിലും അത് ബാധകമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഇതിനകത്ത് EWS വന്നതോടുകൂടി ഇതിന് പോലും പ്രസക്തി ഇല്ലാതെ വന്നിരിക്കുന്നു. കാരണം ഒരു പഠനവും ഇല്ലാതെ 10% സംവരണം സവർണർക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ അതായത് 20% സവർണർ ഈ രാജ്യത്ത് ഇല്ല എന്നുള്ളത്, കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന് കണക്കറിയണമെങ്കിൽ ജാതി സെൻസസ് വരണം.
അല്ലെങ്കിൽ ഈ EWS വരുമ്പോൾ ഈ പിന്നാക്ക സമുദായങ്ങളുണ്ട്, അപ്പോൾ മുസ്ലിമാണ് ഈഴവായാലും ഇവരെങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുക? ഒന്ന്, ഈ പിന്നാക്ക സമൂഹങ്ങൾക്ക് ജനസംഖ്യാനുപാതിക സംവരണമില്ല. അതെ. SC/STക്കേ ഉള്ളൂ. OBC കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക്, ആ ക്ലാസ്സിന് അവർക്ക് മെറിറ്റിലും കൂടി കടന്നു വരാനാണ് അതെ. അവരുടെ ജനസംഖ്യയുടെ പകുതി എന്ന് വെച്ചാണ് കൺസെപ്റ്റ് സംവരണത്തിന്. അതിന് എടുത്ത മാനദണ്ഡങ്ങളിൽ ചിലപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാകും, കൃത്യം മാനദണ്ഡമായിരിക്കില്ല. പക്ഷെ അതേസമയം ജനറൽ മെറിറ്റിലും കൂടി വരട്ടെ, ജനറൽ മെറിറ്റിൽ മത്സരിക്കട്ടെ എന്നതാണ്. അപ്പോൾ ജനറൽ മെറിറ്റിൽ നിന്ന് 10%, ശരിക്കും ജനറൽ മെറിറ്റിൽ പ്രായോഗികത്തിൽ 20%, മെറിറ്റിലെ 20%മാണ് അതെ. EWS കൊണ്ടുപോകുന്നത്. അതെ. പിന്നെ അവശേഷിച്ച 30% വേണം, അല്ല പിന്നെ അവശേഷിച്ച ഭാഗം മെറിറ്റിൽ 20%, അവശേഷിച്ച 80% വേണം അതെ. ഈ കാറ്റഗറി മത്സരിക്കുക. അതായത് അതോട് 20% സാധ്യത പോയി കിട്ടി. എന്ന് മാത്രമല്ല, ഈ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉയർന്നു നിൽക്കുന്നവർക്ക് കൂടുതൽ മെറിറ്റിൽ കിട്ടും. അതെ. അപ്പോൾ അതായത് മുന്നാക്ക സമൂഹങ്ങളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും റിസർവേഷൻ വഴി കിട്ടും. അവരിൽ യോഗ്യതയുള്ള ആളുകൾ മെറിറ്റിൽ വരും, അല്ലാത്ത ആളുകൾ റിസർവേഷൻ വരും. അത് ഇപ്പോൾ ഈ റിസർവേഷൻ വ്യത്യസ്ത കാറ്റഗറിയിലെ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. റാങ്ക് ലിസ്റ്റ് SC/STയേക്കാൾ താഴേക്കുള്ള മുന്നോക്കക്കാർക്ക് ലഭ്യമാകും എന്നതാണ്. അപ്പോൾ ഇത് അതിനൊരു പ്രശ്നമുണ്ട്. EWS റിസർവേഷൻ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ഭരണഘടനാ ഭേദഗതി ചെയ്ത് അത് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വേറെ തരത്തിലുള്ളൊരു സാമൂഹ്യ എഞ്ചിനീയറിങ്ങിലൂടെയും മാറ്റങ്ങളിലൂടെയൊക്കെയാണ് അതിൽ ചേഞ്ച് വരുത്താൻ കഴിയുള്ളൂ. ഈ വിഷയത്തിൽ ഇപ്പോൾ മുസ്ലിം പ്രീണനം എന്നുള്ള കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഇതിൻ്റെ തൊട്ടുമുള്ള മറ്റൊരു സന്ദർഭമായിരുന്നു ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയം. 80:20 എന്നുള്ളത് 60:40 എന്ന രീതിയിലേക്ക് മാറ്റുന്നതിലും അതിലും സച്ചാർ പാലോളി കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് അനുസൃതമായി മുസ്ലിങ്ങൾക്കുള്ള സ്കോളർഷിപ്പിലാണ് അന്ന് വിവാദം നടന്നത്. അതിനെക്കുറിച്ച് ആ വിവാദത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ മുസ്ലിങ്ങൾക്ക് അനർഹമായി കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ഒന്ന്, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്ന പദപ്രയോഗത്തിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് എക്സ്ക്ലൂസീവ്ലി മുസ്ലിങ്ങൾക്കായി തുടങ്ങിയതാണ്. 2009 ആരംഭിച്ചത്. അതിന് കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിനെ എങ്ങനെ കേരളത്തിൽ നടപ്പാക്കുമെന്നതിനെ കുറിച്ചുള്ള അതിലാണ് പാലളി കമ്മിറ്റി വന്നത്. പാലളി കമ്മിറ്റിയുടെ ശുപാർശയാണ് അത്. അപ്പോൾ അതിന് വേണ്ടിയാണ് അന്ന് മൈനോറിറ്റി വകുപ്പുണ്ടാക്കിയത്. മൈനോറിറ്റി അതിന് സ്കോളർഷിപ്പുകളും പദ്ധതികളും ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് മൈനോറിറ്റി സ്കോളർഷിപ്പ് എന്ന് കൊടുക്കാനും മൈനോറിറ്റി വകുപ്പെന്ന് കൊടുക്കാനും ഉള്ള കാരണം, ഒരു മുസ്ലിം സ്കോളർഷിപ്പ് എന്ന് കൊടുക്കുന്നതിന് പകരം അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തതിൻ്റെ ഒരു കാരണം, ഒരു നാഷണൽ പ്രോസ്പെക്റ്റസിലാണ് കൊടുത്തത്. ഇത് ദേശീയ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഈ കേരളത്തിന് പുറത്ത് മൈനോറിറ്റീസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. അല്ലാത്ത മൈനോറിറ്റികൾ വളരെ കുറവാണ്. അവർ തന്നെ പിന്നോക്കക്കാരുമാണ്. കേരളത്തിലുള്ള പ്രശ്നം മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മുന്നാക്കക്കാരുമുണ്ട്, പിന്നാക്കക്കാരുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നാഷണൽ ഒരു പ്രോസ്പെക്റ്റിൽ അത് എന്താണ് മൈനോറിറ്റി എന്ന പേര് കൊടുത്തു. ആ പേര് പിടിച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ യഥാർത്ഥത്തിൽ രണ്ടാമത് 2011 അതിൽ നിന്ന് ഈ മൈനോറിറ്റി സ്കോളർഷിപ്പിൽ മൈനോറിറ്റി എന്ന് പേര് കൊടുത്തതുകൊണ്ട് തന്നെ മറ്റു മൈനോറിറ്റികൾ കൂടി അത് ബാധകമാക്കണ്ടേ എന്നൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരികയും, അപ്പോൾ മുസ്ലിം സംഘടനകൾ തന്നെ അത് സമ്മതിച്ചതാണ്. മറ്റു മൈനോറിറ്റികൾക്ക് കൊടുക്കണം, അതിൽ പിന്നോക്കക്കാർക്ക് കൊടുത്തോട്ടെ എന്ന്. അങ്ങനെയാണ് 20% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും അവശ്യ വിഭാഗങ്ങളായ മുസ്ലിങ്ങളെ പോലെ തന്നെ ചിലപ്പോൾ മുസ്ലിങ്ങളെക്കാൾ അവശരായ കൂട്ടരും അതിനകത്തുണ്ട്. ലത്തീൻ കത്തോലിക്കരും ദളിത് ക്രൈസ്തവർക്കും കൊടുത്തത് 20% കൊടുത്തു. അപ്പോൾ 80-20 അനുവാദമായി. 80-20 അനുവാദമായ ശേഷം പിന്നീടാണ് സവർണ ക്രൈസ്തവർ കേസ് കൊടുത്തത്. 2021 ആ കേസിൻ്റെ വിധി വരുന്നതും നമുക്കറിയാവുന്ന അവസ്ഥ വന്നതും. അപ്പോൾ ഈ ഗവൺമെൻറ് അതിൽ കൃത്യമായൊരു ആർഗ്യുമെൻറ്റ് കോടതി നടത്തിയിട്ടില്ല. അത് നടത്താതിരിക്കുകയും അവസാനം എന്ത് ചെയ്തു, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു എന്ന പേര് വരികയും ചെയ്തു. എന്നിട്ട് 40% ക്രൈസ്തവർക്കും ബുദ്ധ കമ്മ്യൂണിറ്റി, സിഖ് കമ്മ്യൂണിറ്റിക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് കേരളത്തിൽ നാമമാത്രമാണ്. അത് 0.5% പോലും ഇല്ലാത്ത കൂട്ടരാണ്. ആ സമയം ഇതിനൊരു മറ്റൊരു വശമുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ 40% മറ്റു മൈനോറിറ്റികൾക്ക് കിട്ടുന്നു എന്നതല്ല പ്രശ്നം. നേരത്തെ 20% എക്സ്ക്ലൂസീവ്ലി കിട്ടിക്കൊണ്ടിരുന്ന പിന്നാക്ക ക്രൈസ്തവർ യഥാർത്ഥത്തിൽ
ഈ 40% എന്ന് പറഞ്ഞാൽ ജനറൽ ക്രൈസ്തവ കോട്ടയിലേക്ക് പോയി. അതായത് അവർക്ക് കോമ്പറ്റേറ്റീവ് ചെയ്യേണ്ടത് പിന്നാക്കങ്ങൾ. മുന്നാക്ക ക്രൈസ്തവരോടാണ്. അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നവരിൽ നിന്നാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക. അതെ കൂടുതൽ സിസ്റ്റമുള്ള നെറ്റ്വർക്കുള്ള കൂട്ടർ എന്ന് പറഞ്ഞാൽ മുന്നാക്ക ക്രൈസ്തവരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും സ്കോളർഷിപ്പ് ബഹുഭൂരിപക്ഷം അവർ കൊണ്ടുപോകും. ഇതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നഷ്ടം വന്നു. അതിനേക്കാൾ നഷ്ടം ലത്തീൻ ക്രൈസ്തവർക്കും ദളിത് ക്രൈസ്തവർക്കും വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു അതെ വശം. അതെ അതെ. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇപ്പോൾ ഈ ഈ സംവരണം ഭരണ ഉദ്യോഗ തലങ്ങളെ പ്രാതിനിധ്യം, അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന സംവരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിൻ്റെ കൂടെ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മദ്രസ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം. അതൊരു പാസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഇടയിലൂടെ പോകുന്നത്. മദ്രസാധ്യാപകർക്ക് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സൃഷ്ടിക്കാനും ഈ വിവാദത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഈ 2020 മുതൽ 2019 മുതൽ കേരളത്തിൽ കറങ്ങി നടക്കുന്നൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട്. അത് ഇപ്പോൾ വീണ്ടും നടക്കുന്നുണ്ട്. പല ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് പ്രത്യക്ഷപ്പെടും. അതായത് മദ്രസ അധ്യാപകർക്ക് കേരളത്തിൽ വലിയ തോതിൽ 25,000 രൂപ വെച്ച് ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം അത് യഥാർത്ഥത്തിൽ ഒരു അഭിമുഖത്തിൽ സെൻകുമാർ പറയുകയും ചെയ്തു ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സെൻകുമാറിനെ പോലുള്ള ഒരാൾ തന്നെ ഇതിരുന്ന് പറയുകയാണ്. ഒരു ഓതൻറ്റിക്കായി തോന്നുന്ന ആളിൽ നിന്ന് തന്നെ പച്ച നുണ പറയുകയാണ്. 25,000 അങ്ങനെ ഏതാണ്ട് കേരളത്തിൽ 941 പഞ്ചായത്തുകളിലായിട്ട് 20,000-ലധികം മദ്രസകളുണ്ട്. ഓരോ മദ്രസകളിലും 15ഉം 20ഉം അധ്യാപകരുണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 511 കോടി രൂപ പ്രതിമാസം കേരള ഖജനാവിൽ നിന്ന് മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു എന്നും 6,000 രൂപ വെച്ച് 2 ലക്ഷം മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ കാതൽ. അതിന് വേറൊരു 120 കോടി രൂപ, അങ്ങനെ 511 120 തൊട്ട് 630 കോടി രൂപയിലധികം രൂപ പ്രതിമാസം മുസ്ലിങ്ങൾക്ക് മദ്രസ അധ്യാപകർക്ക് മാത്രം കൊടുക്കുന്നു എന്നതാണ്. ഇതിൽ ഈ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഉണ്ടായിട്ടുള്ള ഒരു മദ്രസാധ്യാപക ക്ഷേമനിധിയുണ്ട്. ഈ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ തൊഴിൽ മേഖലയിലുള്ള ക്ഷേമനിധി പോലത്തെ ക്ഷേമനിധിയാണ്. അപ്പോൾ അത് കർഷക തൊഴിലാളികൾക്ക് ക്ഷേമനിധിയുണ്ട്. അതേപോലെ തൊഴിൽ സമൂഹം എന്ന നിലയിലാണ് മദ്രസ അധ്യാപക ക്ഷേമനിധി. എല്ലാ ക്ഷേമനിധിയിലും പോലെ ഇതിൽ സർക്കാരിൻ്റെ കോർപ്പസ് ഫണ്ടുണ്ട്. ഇതിൽ തൊഴിലുടമയുടെ വിഹിതം, അതായത് ഈ മദ്രസയിലെ നിയമിക്കുന്ന അധ്യാപകരെ നിയമിക്കുന്ന മദ്രസ കമ്മിറ്റിയാണ് തൊഴിലുടമ. തൊഴിലുടമയുടെ വിഹിതം, അധ്യാപകൻ്റെ വിഹിതം, തൊഴിലാളിയുടെ വിഹിതം, എല്ലാ ക്ഷേമനിധിയിൽ അങ്ങനെയാണ്. ഇങ്ങനെ ഒരു ക്ഷേമനിധിയുണ്ട്. ഈ ക്ഷേമനിധി ആകെ 25 കോടി രൂപയാണ് ഇപ്പോൾ അതിൻ്റെ മൂലധനം. 25 കോടി, അതായത് ഇങ്ങനെ പിരിച്ചെടുത്തത് മദ്രസകളിൽ നിന്ന് പിരിച്ചെടുത്തത് അധ്യാപകരുടെ വിഹിതം സർക്കാരിൻ്റെ കോർപ്പസ് ഫണ്ട് പറ്റും. ഈ ക്ഷേമനിധി വിഹിതം ബാങ്കിൽ നിക്ഷേപിക്കാതെ ട്രഷറിയിലാണ് നിക്ഷേപിക്കുന്നത്. വഖഫിൻ്റെ ഫണ്ടും അങ്ങനെ തന്നെയാണ് ട്രഷറിയിലാണ് നിക്ഷേപിക്കുന്നത്. അതിന് കാരണം മദ്രസ അധ്യാപകരുടെ പലിശ വേണ്ട. അപ്പം പലിശയ്ക്ക് തുല്യമായ തുകയേക്കാൾ കുറഞ്ഞ തുക ഇൻസെൻറ്റീവായി സർക്കാർ കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി ട്രഷറി നിക്ഷേപിക്കുമ്പോൾ. അപ്പോൾ അത് ബാങ്ക് പലിശയാണെങ്കിൽ കിട്ടുന്നതിനേക്കാൾ, അപ്പോൾ സർക്കാരിന് ഈ 25 കോടി രൂപ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പരിഹരിക്കാനൊക്കെ ഉള്ളൊരു ഫണ്ടായി ട്രഷറിയിലുണ്ട്. സർക്കാരിൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ആർക്കും ശമ്പളം കൊടുക്കണില്ല. ശമ്പളം മദ്രസ അധ്യാപകർ കൊടുക്കുന്നത് ഓരോ മദ്രസയും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾ മദ്രസ അധ്യാപകരായിരിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല. അത് യഥാർത്ഥ വസ്തുത അതാണ്. ഇനി പെൻഷൻ എത്ര, 6,000 രൂപ പെൻഷൻ എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. 1,500 രൂപയാണ് പെൻഷൻ. ഈ 1,500 രൂപ കിട്ടുന്നവർ അത് 60 വയസ്സ് കഴിയണം. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നത് 500-ൽ താഴെ ആളുകളെ ഉള്ളൂ കണക്കനുസരിച്ച്. 500-ൽ താഴെ ആളുകൾക്ക് 1,500 രൂപ പെൻഷൻ കൊടുക്കുന്നത് ഏത് ഫണ്ടിൽ നിന്നാണ്? ഈ ക്ഷേമനിധി ഫണ്ടിൽ നിന്നാണ്. അതിനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വേറൊരു ക്ഷേമ പെൻഷൻ വാങ്ങാൻ പറ്റില്ല. കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങാൻ പറ്റില്ല, വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ പറ്റില്ല. അതായത് കേരളത്തിലെ ഏത് ക്ഷേമ പെൻഷനെയും പോലെ ആണ് ഈ സ്വന്തം പൈസ കൊടുത്തിട്ടാണ് ഈ പെൻഷൻ ഉള്ളത്. ഈ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് വേറൊരു പെൻഷനും വാങ്ങാനും കഴിയില്ല. അതെ അതെ. അതായത് മദ്രസ ക്ഷേമനിധി ബോർഡിലെ വരുമാനം എന്ന് പറഞ്ഞാൽ മദ്രസകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഫണ്ടാണ്. അതിൽ സർക്കാരിനൊരു മദ്രസകളിൽ നിന്നും മദ്രസ അധ്യാപകരിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഫണ്ടാണ്. അതിൽ നിന്ന് കൊടുക്കുന്ന തുച്ഛമായ ഒരു പെൻഷൻ തുക. അതെ അതെ, അത് ട്രഷറി നിക്ഷേപിച്ചിരിക്കുന്നു. ഈ ക്ഷേമനിധികളിൽ ട്രഷറി നിക്ഷേപിച്ചിരിക്കുന്ന ഏക ക്ഷേമനിധി മദ്രസ അധ്യാപക ക്ഷേമനിധിയാണ്. പക്ഷെ അതാണ് ഇത്രയും വലിയ അനാവശ്യം. ബാങ്കുകളാണെങ്കിൽ വലിയ പലിശ കൊടുക്കും.
ആ പലിശ വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ ഒരു പിന്നെ സർക്കാരിന് മുതൽക്കൂട്ടാവട്ടെ എന്നും കൂടി വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ അതെ. എത്ര വലിയ തെറ്റായിട്ടാണ് പ്രചരിപ്പിക്കുന്നതെന്നാണ് ഒരു പ്രശ്നം. അതിൽ നമ്മൾ മദ്രസ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അനർഹമായി നേടുന്നു എന്നതിനെ കുറിച്ച് ആധികാരികമായ പഠനങ്ങളൊന്നും ആർക്കും ഇതുവരെ പറയാൻ സ്വാഭാവികമായിട്ടും പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ പലരും പ്രചരിപ്പിക്കുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്നാക്കമല്ല എന്ന് പറയുന്നുണ്ട് എന്നാണ് ചാനൽ ചർച്ചയിൽ പലരും പറയുന്നത്. എന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിങ്ങളിൽ തീരദേശ മുസ്ലിങ്ങളാണ് പിന്നാക്കം. പക്ഷേ അവർക്ക് മാത്രം സംവരണം കൊടുക്കേണ്ടിടത്ത് മുസ്ലിങ്ങൾ എല്ലാവർക്കും സംവരണം കൊടുക്കുന്നു, മുസ്ലിങ്ങളുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് അത് നേടിയെടുക്കുന്നു എന്നൊക്കെയാണ് പ്രചാരണം. അതിൻ്റെ വസ്തുതകൾ എങ്ങനെയാണ്? ഒന്ന്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ ഉയർന്നു എന്ന ഒരു പരാമർശം തന്നെ ഇല്ല. അതേസമയം മുസ്ലിങ്ങളിൽ ബാക്ക്വേർഡ്നെസ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ കേരളത്തിലെ തീരപ്രദേശം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം കേരളത്തിലെ തീരദേശത്തെ മുസ്ലിങ്ങൾ മാത്രമാണ് പിന്നോക്കം എന്നതല്ല, തീരപ്രദേശത്തെ മുസ്ലിങ്ങൾ പിന്നോക്കത്തിൽ കൂടുതലാണ് എന്നതേ ഉള്ളൂ. രണ്ട്, കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്തെ മുസ്ലിങ്ങൾ ഉയർന്നു എന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നില്ല. പിന്നെ തീരപ്രദേശത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേക കമ്മ്യൂണിറ്റി നിലവിലില്ല. മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളുണ്ടാകാം, അതേസമയം തീരെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഒരു കമ്മ്യൂണിറ്റി നിലവിലില്ല, ഒരു സമുദായമില്ല. മുസ്ലിങ്ങളിൽ തന്നെയുള്ള വ്യത്യസ്ത സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ മലബാറിലെ മാപ്പിള, തെക്കൻ കേരളത്തിലെ മുസ്ലിം എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റികളാണ് വലിയ കമ്മ്യൂണിറ്റികൾ. കൊച്ചു കൊച്ചു കമ്മ്യൂണിറ്റികളെല്ലാം മൈഗ്രേറ്റ് ചെയ്തെത്തുന്നത് വന്നത്. ഇപ്പോൾ രാവുത്തരായാലും കച്ചിമേമനായാലും തെക്കിനിയൊക്കെ ആയാലും മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റികളാണ്. വ്യവസായത്തിനും വ്യാപാരത്തിനും തൊഴിലാവശ്യത്തിനും ഒക്കെ വന്നവരാണ്. അതിന് എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീരെ കമ്മ്യൂണിറ്റിക്ക് മാത്രം റിസർവേഷൻ എന്ന് പറയുന്നൊരു സിസ്റ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം എന്ന് പറയുന്നൊരു സിസ്റ്റം ഇല്ല. അതേസമയം ഉണ്ട്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, അത്തരം കാര്യങ്ങളുണ്ട്. അത് ആ ഒരു കാറ്റഗറിയെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ്, കടലിൽ പോകുന്ന ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടാണ്. അതേസമയം കേരളത്തിൽ നേരെ തിരിച്ചുള്ള പഠനങ്ങൾ ധാരാളം ഉണ്ട് താനും. ഒന്ന്, ഇപ്പോൾ നരേന്ദ്രൻ കമ്മീഷൻ മറ്റൊരു റെഫറൻസാണ്. മുസ്ലിങ്ങളുടെ മാത്രം കാര്യം പഠിക്കാനല്ല നരേന്ദ്രൻ കമ്മീഷൻ വന്നതെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ബാക്ക്ലോഗ് വന്നിട്ടുള്ള രണ്ട് കമ്മ്യൂണിറ്റികളിൽ ഒന്ന് മുസ്ലിങ്ങളാണ്. എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ബാക്ക്വേഡ് ആയിട്ട്, അതായത് ബാക്ക്ലോഗ് വന്നത്, ഉദ്യോഗങ്ങളിൽ ബാക്ക്ലോഗ് വന്നത് മുസ്ലിങ്ങളാണ്. അത് തീരെ ഒന്നും അല്ലെന്ന വ്യത്യാസമില്ല. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് നോക്കിയാൽ ഏറ്റവും ബാക്ക്ലോഗ് വന്നത് ലത്തീൻ കത്തോലിക്കർക്കാണ്. ഈ രണ്ട് കമ്മ്യൂണിറ്റികളാണ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ. വേറെയും കമ്മ്യൂണിറ്റി ഉണ്ട്, നാടാർ കമ്മ്യൂണിറ്റിക്ക് ബാക്ക്ലോഗ് വന്നിട്ടുണ്ട്, എല്ലാ OBC കമ്മ്യൂണിറ്റികൾക്കും ബാക്ക്ലോഗ് വന്നിട്ടുണ്ട്. അതേസമയം അത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ എണ്ണം വന്നിട്ടുണ്ട്, ബാക്ക്ലോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പഠനമാണ്. സച്ചാർ കമ്മിറ്റിയുടെ പഠനം മറ്റൊന്നാണ്. പാലളി കമ്മിറ്റി അതനുസരിച്ച് സച്ചാർ കമ്മിറ്റിക്ക് അനുസരിച്ച് വന്നതായതുകൊണ്ട് അത് പ്രത്യേക പഠനമല്ല, സച്ചാർ കമ്മിറ്റിയെ റെഫർ ചെയ്തുകൊണ്ടുള്ള പഠനമാണ്. അപ്പോൾ ഒരു സ്ഥലത്തും മുസ്ലിങ്ങൾക്ക്, ഏതെങ്കിലും ഒരു പ്രദേശത്തെ മുസ്ലിങ്ങൾ മാത്രമാണ് ബാക്ക്വേഡ് എന്ന്, അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമാണ് ബാക്ക്വേഡ് എന്ന ഒരു പഠനവും വന്നിട്ടില്ല. അതെ, ആ പരാമർശങ്ങളും തെറ്റാണ്. അതെ, ഈ പഠനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഇത് മുസ്ലിങ്ങൾ മുന്നോക്കമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന പഠനങ്ങൾ, ആധികാരിക പഠനങ്ങളൊന്നും ഇല്ല എന്നിരിക്കെ പലരും ഇപ്പോൾ പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു പഠനമാണ് CDSൻ്റെ ഇരുദയരാജനൊക്കെ നടത്തിയിട്ടുള്ള മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട പഠനം. അതിൽ ഗൾഫ് മൈഗ്രേഷൻ്റെ സോഷ്യൽ റെമിറ്റൻസ് കൂടുതലാണ് എന്നുള്ള അർത്ഥത്തിലുള്ള. അപ്പോൾ അത് വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ കേരളത്തിലെ ഉയർന്ന് വന്നു കഴിഞ്ഞു, അവർ എല്ലാ മേഖലകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇനി അവർക്ക് സംവരണം കൊടുക്കുന്നത് അനീതിയാണ് എന്ന അർത്ഥത്തിലാണ് സംഘപരിവാറിൻ്റെ വക്താക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എങ്ങനെയാണ് ഈ സർവേ അല്ലെങ്കിൽ ഈ പഠനം ഇതിന് ഉദ്ധരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന സോഷ്യൽ റെമിറ്റൻസിൻ്റെ കണക്കുകൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാദഗതികൾക്ക് സഹായകരമാവുക? ഇതിൽ ഒരു കാര്യമുള്ളത്, ഒരു നമ്മളുടെ പിന്നെ മൊത്തം ഒരു സാമൂഹ്യ അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം എന്നത് പരിശോധിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ സമ്പത്തുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. സമ്പത്തൊരു ഘടകമല്ല എന്ന് പറയണില്ല, പക്ഷേ ആ സമയം റെപ്രസെൻറ്റേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. എത്ര സമ്പന്നനായാലും ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോയേ പറ്റുള്ളൂ. അതൊരു ഔദ്യോഗിക പദവിയാണ്. ഇതേപോലെ ഇപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ, അതൊരു പദവിയാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ അധികാര പദവികളുണ്ട്. ഈ അധികാര പദവിയിൽ എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ്
പിന്നെ ആ കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റി അർഹമായ പങ്കാളിത്തം നേടുമ്പോഴാണ് അവർ പുരോഗതി പ്രാപിച്ചു എന്ന് പറയാൻ പറ്റും. എത്ര സമ്പത്ത് ഒരു കമ്മ്യൂണിറ്റിക്ക് കുന്നുകൂടിയാലും അവർ അങ്ങനെ പുരോഗതി പ്രാപിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മുസ്ലിങ്ങൾക്ക് സമ്പത്ത് കൂടിയെന്നല്ല ഈ പറയുന്നത്. അതെ അതെ മുസ്ലിങ്ങളിൽ യഥാർത്ഥത്തിൽ പ്രവാസികൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെ ദയനീയാവസ്ഥ കൊണ്ടാണ് പലരും അതെ വിദേശത്തേക്ക് വന്നത്. അല്ലാതെ നാട്ടിൽ നിൽക്കാൻ അതെ. ആഗ്രഹമില്ലാഞ്ഞിട്ട് പോണല്ല. അല്ല അങ്ങനെ ഒരു വൈരുദ്ധ്യ ഈ ചർച്ചയിലുണ്ട്. ആ. കാരണം മൈഗ്രേഷൻ എങ്ങനെയാണ് ഇവിടുത്തെ അതെ, അതെ. ഗവൺമെന്റും മറ്റുമായി ബന്ധപ്പെടുക. അതെ അതെ ശരിക്കും മൈഗ്രേഷൻ കൊണ്ട് രാജ്യത്തിന് മൊത്തം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതെ അതെ മുസ്ലിം അതാണ് ആ പഠനത്തിന്റെ ഒരു ആ, പോയിന്റും ഇതാണ്. അതെ അതെ പക്ഷെ അതേസമയം മുസ്ലിം സമൂഹത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ കാര്യം മാത്രം പറയുന്നുണ്ട് പറയാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു സാമൂഹ്യ ഉന്നതിക്ക് മൈഗ്രേഷൻ ഒരു പരിധിവരെ കാരണമായെങ്കിലും അവരുടെ അധികാര പങ്കാളിത്തം എന്നതിലേക്ക് അത് എത്തിയിട്ടില്ല. അധികാര പങ്കാളിത്തത്തിലേക്ക് എത്തണമെങ്കിൽ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം വേണം, രാഷ്ട്രീയ പ്രാതിനിധ്യം വേണം. ഈ രണ്ട് കാര്യത്തിൽ മുസ്ലിങ്ങൾ ഇപ്പോഴും ഇവിടുത്തെ അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതികമായി ഉയർന്നിട്ടില്ല. അത് ഉയരുന്ന ഘട്ടത്തിലാണ് എന്തെങ്കിലും ഉയർന്ന് എത്തുമ്പോഴാണ് ആ ഒരു പിന്നെ സന്തുലിതാവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അതെ ഇപ്പോൾ നമ്മൾ ഈ നുണപ്രചാരണങ്ങളുടെ ഒരു വിഷയം പറഞ്ഞല്ലോ. ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടാറുള്ള ഒരു വാദമാണ് ഈ വഖഫ് ബോർഡും ദേവസ്വം ബോർഡും സമീകരിച്ചുകൊണ്ടുള്ള വാദം. ഇപ്പോൾ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഫണ്ട് കൊടുക്കുന്നു എന്ന രീതിയിലും ദേവസ്വത്തിൽ നിന്ന് സർക്കാർ എടുക്കുന്നു എന്ന രീതിയിലുമാണ് പ്രചാരണങ്ങൾ. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു ഈ രണ്ട് സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതെങ്ങനെയാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇതിൽ വല്ല ഗ്രാൻറ്റുകളും മറ്റും എങ്ങനെയാണ് പോകുന്നത്, ഈ നുണപ്രചാരണങ്ങളുടെ ഒരു യാഥാർത്ഥ്യം എന്തായിരിക്കും? ഈ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും രണ്ടും രണ്ട് സമൂഹങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ നിവർത്തിക്കുന്ന സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ വഖഫ് ബോർഡ് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മേൽനോട്ടം വഹിക്കുന്ന സാധനമാണ്. കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡല്ല, ഓരോ വഖഫ് സെപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്. പക്ഷേ ഇതിനൊരു മേൽനോട്ടം വഹിക്കുക, റെഗുലേറ്റ് ചെയ്യുക, ഇതിലെ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇത്തരം കാര്യങ്ങളാണ് വഖഫ് ബോർഡിന് ഉള്ളത്. വളരെ കുറഞ്ഞ ആസ്തിയുള്ളൊരു സാധനമാണ് വഖഫ് ബോർഡ്. ദേവസ്വം ബോർഡുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ അതുപോലെയുള്ള സ്വത്തുക്കൾ, അതുവഴി ഉണ്ടാകുന്ന മറ്റ് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെ നോക്കുക, അതിലെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള സാധനമാണ്. അപ്പോൾ രണ്ടും ഒരേ തരത്തിൽ സമാനമായിട്ടുള്ള രണ്ട് ബോഡികളാണ്. അതേസമയം കോടിക്കണക്കിന് വലിയ ആസ്തിയുള്ള സംവിധാനമാണ് ദേവസ്വം ബോർഡ്. വഖഫ് ബോർഡ് താരതമ്യേന ചെറുതാണ്. സ്വാഭാവികമായിട്ടും സ്വത്തുക്കളുടെ ഇതനുസരിച്ചിട്ടാണ് വരുന്നത്. ഇത് രണ്ടും സർക്കാർ പ്രത്യേകമായി ഗ്രാൻഡ് കൊടുക്കുകയോ ഫണ്ട് കൊടുക്കുകയോ ചെയ്യുന്നതല്ല. അതേസമയം ദേവസ്വം ബോർഡിന് പല സന്ദർഭങ്ങളിലും സർക്കാർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അമ്പലങ്ങളുടെ പുനർനിർമ്മാണം അടക്കം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ചിലപ്പോൾ ടൂറിസത്തിൻ്റെ പേരിൽ ആയിരിക്കും, വേറെ പല കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. ആയിക്കോട്ടെ, വഖഫ് ബോർഡിനാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വഖഫ് അത് അങ്ങനെ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷെ അതേസമയം ദേവസ്വം നിയമനങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ സംവിധാനം തന്നെയാണ്. അതിലുള്ള ഒരുപാട് പിന്നെ തസ്തികകളുള്ളൊരു സംവിധാനമാണ്. അതിന് ശമ്പളം കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്, സർക്കാരല്ല. വഖഫ് ബോർഡ് നിയമിക്കുന്നത് വഖഫ് ബോർഡ് തന്നെയാണ്, ശമ്പളം കൊടുക്കുന്നത് വഖഫ് ബോർഡ് തന്നെയാണ്, നിയമനവും ശമ്പളവും കൊടുക്കുന്നത്. ഇതിനിടയ്ക്കാണ് PSCക്ക് വഖഫ് ബോർഡ് നിയമനങ്ങൾ വിടാൻ തീരുമാനിച്ചത് സർക്കാർ. അപ്പോൾ അതിന് പൊതുവെ പറഞ്ഞത് പിന്നെ ജോലി ഇത് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ വഖഫിനൊരു പ്രശ്നമുണ്ട്, ഇത് വിശ്വാസ പ്രശ്നം കൂടിയാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസ സ്വത്താണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളായിരിക്കണം, അത് നിയമിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളായിരിക്കണം. നിലവിൽ അങ്ങനെ നടക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ പരിശോധിക്കണം. അതേസമയം അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിനെയാണ് ഇത് തെറ്റുന്നത്. അതാണ് മുസ്ലിം സംഘടനകൾ അന്ന് എതിർത്തത്. ദേവസ്വത്തെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുടരുകയും ചെയ്യുന്നുണ്ട്. അതിന് സർക്കാർ PSC ഏറ്റെടുക്കുന്നതിനുള്ള ആലോചന പോലും നടന്നിട്ടില്ല. അപ്പോൾ ഇനി ഒരു ഗ്രാൻറ്റും പണവും ഒക്കെ എങ്ങനെയാണ് ചിലവഴിക്കുന്നത് നോക്കാം. വഖഫ് ബോർഡിനെ സംബന്ധിച്ച് വഖഫ് ബോർഡിൻ്റെ പണം നിക്ഷേപിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് ട്രഷറിയിലാണ്. ബാങ്ക് പലിശ ഉപയോഗിക്കേണ്ട എന്ന അർത്ഥത്തിൽ ട്രഷറിയിലാണ്. ഇത് മാത്രമല്ല, സർക്കാർ വഖഫ് ബോർഡിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. സർക്കാർ പിന്നെ പ്രളയ സമയത്തും കടമെടുത്തിട്ടുണ്ട്, പിന്നെ കോവിഡ് സമയത്തും സർക്കാർ വഖഫ് ബോർഡിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഈ കടം രണ്ടും ഇവർ തിരിച്ചു കൊടുത്തിട്ടില്ല. വഖഫ് ബോർഡ് ആവശ്യപ്പെടുന്നുണ്ട്, തിരിച്ചു കൊടുത്തിട്ടില്ല. സർക്കാരിൻ്റെ ഫണ്ട് വരുമ്പോൾ കൊടുക്കും ആയിരിക്കും, കടമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് കൂടാതെ വഖഫ് ബോർഡ് എല്ലാ സമയത്തും സർക്കാരിൻ്റെ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്കും
മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴും സംഭാവനയും കൊടുക്കാറുണ്ട്. അത് സർക്കാരിന് അങ്ങോട്ട് വഖഫ് ബോർഡ് പൈസ കൊടുക്കാറുണ്ട്. വഖഫ് ബോർഡ് തിരിച്ചൊന്നും ആവശ്യപ്പെടാറില്ല. ഇതാണ് വസ്തുത. ഈ വസ്തുത ഇരിക്കെ വഖഫ് ബോർഡിനെല്ലാം സർക്കാർ കൊടുക്കുന്നു, ദേവസ്വം ബോർഡിൽ നിന്നെല്ലാം സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ദേവസ്വം ബോർഡിൽ നിന്നൊരു സംഖ്യ സർക്കാർ എടുക്കണില്ല, വഖഫ് ബോർഡിൽ നിന്നൊരു സംഖ്യ സർക്കാർ എടുക്കുന്നില്ല. അതാണ് ഇതിനകത്ത് വസ്തുത. അതെ അതെ ഈ വസ്തുത ചില സമയത്ത് ദേവസ്വം ബോർഡിൽ പല കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്, അതേസമയം വഖഫ് ബോർഡിന് വേണ്ടി അങ്ങനെയും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്ന് വഖഫ് ബോർഡ് ആവശ്യപ്പെടുന്നുമില്ല, ആവശ്യപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.